നമസ്തേ. ബ്രഹ്മവിദ്യാപഞ്ചകം പഠിച്ചു വന്നപ്പോൾ ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്നുള്ള സാധനാചതുഷ്ടയത്തിലെ രണ്ടാമത്തെ കാര്യം വിവരിച്ചു. അങ്ങനെ സാധനാചതുഷ്ടയ സമ്പന്നൻ ആയ ഒരുവൻ ഇഹാമുത്ര ഫലഭോഗ വിരാഗം വന്ന ഗുരുക്കന്മാരെ പറ്റിയും ചർച്ച ചെയ്തു വന്നു. ആ സമയത്താണ് ഗുരുവിൻ്റെ യോഗ്യതകളെപ്പറ്റി വിവരിക്കേണ്ടി വന്നത്. ശ്രോത്രിയനും അബ്രജനും അകാമഹതനും ഒക്കെ പറഞ്ഞു. അങ്ങനെയുള്ള നല്ല ഗുരുക്കന്മാരെ, ഉത്തമനായ ഗുരുക്കന്മാരെ കണ്ടെത്താനും അവരെ അറിയാനുമുള്ള മാർഗം എന്താണെന്ന് ഗുരു ദർശനമാലയിൽ കൂടി വിവരിച്ചു തരുന്നു. അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ 4 വിഭാഗത്തെപ്പറ്റി പറഞ്ഞു. ഇനി അവസാനത്തേത് ബ്രഹ്മവിദ് വരിഷ്ഠനാണ്. ബ്രഹ്മവിദ് വരൻ വരിയാൻ കഴിഞ്ഞ് ബ്രഹ്മവിദ് വരിഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ സ്ഥിതി, അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്താണ്? സ്വയം ന വേത്തി കിഞ്ചിൻ ന വേദിതോപി തഥൈവയഃ സ വരിഷ്ഠ സദാ വൃത്തിശൂന്യോയം ബ്രഹ്മ കേവലം. സ്വയം ന വേത്തി കിഞ്ചിന്ന വേദിതോപി തഥൈവയഃ സ വരിഷ്ഠ സദാ വൃത്തിശൂന്യോയം ബ്രഹ്മ കേവലം. ബ്രഹ്മവിദ് വരിഷ്ഠനായ ഒരുവൻ എങ്ങനെയാണ് വർത്തിക്കുന്നത്? ബ്രഹ്മ കേവലം. അദ്ദേഹം ഏത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു? കേവലം ബ്രഹ്മഭാവത്തിൽ തന്നെ, ഈശ്വരഭാവത്തിൽ തന്നെ, ആത്മഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിനൊന്നും ഒരു സംശയവുമില്ല. മുൻപത്തെ ശ്ലോകത്തിലും ഒക്കെ പറഞ്ഞാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിതഃ, ബ്രഹ്മവിദ്വരൻ ബ്രഹ്മനിഷ്ഠയാ സതതം ചരതി. ബ്രഹ്മവിദ് വരീയാനാണെങ്കിലോ സദാ ബ്രഹ്മനിർവാണം അശ്നുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരിഷ്ഠന്റെ കാര്യം വന്നപ്പോഴും ബ്രഹ്മ കേവലം. ഈ വരിഷ്ഠനായവനും കേവലമായ ബ്രഹ്മസത്തയായി, ഈശ്വരസത്തയായി, ആത്മസത്തയായി തന്നെ വർത്തിക്കുന്നു. അപ്പൊ ഈ 4 കാറ്റഗറിയിൽ പെട്ടവരുടെയും നില ഒന്ന് തന്നെ. അവരെപ്പോഴും ഈശ്വരനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. അത് വരനായിരുന്നാലും വരിയാനായിരുന്നാലും വിത്തായിരുന്നാലും വരിഷ്ഠനായിരുന്നാലും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്, ശാസ്ത്രവിരുദ്ധമാണ്, ഗുരുവിൻ്റെ അഭിപ്രായത്തിനെതിരാണ്. ഇപ്പൊ ഗുരു ബ്രഹ്മവിത്തായി ഇരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ബ്രഹ്മവിത്തിന്റെ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു. അങ്ങനെ അല്ലാത്ത ഒരുവൻ ഗുരുവിനെ അപേക്ഷിച്ച് മോശമാണെന്ന് ആരും പറയരുത്. പറഞ്ഞാൽ ഗുരു കൽപ്പനയ്ക്കെതിരാണ്. ഇപ്പം രമണ മഹർഷിയെ പോലെയുള്ളവര് ഗുരു ചെയ്തതുപോലെ ലോകസംഗ്രഹ പ്രവർത്തനം ചെയ്തില്ല. അല്ലെങ്കിൽ മറ്റൊരു ഋഷിയും ഇപ്പൊ വരിയാനും വരിഷ്ഠനുമായിട്ടൊക്കെ ഇരിക്കുന്നയാള് ഈ ലോകത്തിന്റെ സുഖദുഃഖങ്ങളെക്കുറിച്ച് അയാൾക്ക് ചിന്തയില്ല. അയാൾ അങ്ങനെ ഒരു ലോകം കാണുന്നില്ല. അയാളുടെ ദൃഷ്ടി അങ്ങനെ അല്ലാത്തത് അയാളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഏതെങ്കിലും തരത്തിൽ മോശമാണ് എന്ന് ദർശനമാലയോ ഗുരുവിന്റെ വാക്കുകളോ പഠിച്ച് ഒരാൾ പറയരുത്. ഗുരുദേവന്റെ ചെയ്തികൾ വളരെ നല്ലത്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതിന് വേണ്ട പ്രചാരം കൊടുക്കണം, അതൊക്കെ വേണം, വേണ്ടെന്നല്ല. പക്ഷേ താരതമ്യം ചെയ്ത് ഒരാൾ കൊള്ളരുതാത്തവൻ, ഒരാൾ ശ്രേഷ്ഠൻ, മറ്റൊരാൾ കനിഷ്ഠൻ, ഇങ്ങനെയൊക്കെ പറയുന്നത് ശാസ്ത്രമാർഗത്തിന് വിരുദ്ധമാണ്. എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത് തന്നെ നമ്മളുടെ ഒന്നും ദൃഷ്ടി ചെല്ലാത്ത കാര്യങ്ങളാണിതൊക്കെ. ഭൗതിക ദൃഷ്ടിയാൽ ഒന്നും ഇതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. കേവലന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പൊ അതുകൊണ്ട് വരിഷ്ഠൻ എന്തെങ്കിലും കുറവുള്ളവനാണ്, വരിയാൻ എന്തെങ്കിലും കുറവുള്ളവനാണ് എന്നൊന്നും പറയരുത്. ഇതാരാ പറയുന്നത്? സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിന്ന് പറയുകയാണ്. 4ാമത്തെ ആൾ വരിഷ്ഠൻ എന്നാ പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠനായവനാണെന്ന് ഗുരു തന്നെ പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ പറയുകയാണ് അദ്ദേഹം കനിഷ്ഠനാണെന്ന് പറഞ്ഞാൽ അത് ഗുരുത്വദോഷമല്ലേ? അപ്പൊ ഈ വരിഷ്ഠൻ എങ്ങനെ ചെയ്യുന്നു? സ്വയം ന വേത്തി കിഞ്ചിന്ന. കിഞ്ചിത് സ്വയം ന വേത്തി. കിഞ്ചിത് അല്പമെങ്കിലും
സ്വയം തനിയെ തന്നെ ന വേത്തി, വേത്തി അറിയുക, ന വേത്തി അറിയുന്നില്ല, തന്നെത്താൻ ഒന്നും അറിയുന്നില്ല ഇദ്ദേഹം. ഈ പുണ്യചരിതന് തന്നെത്താൻ തൻ്റെ ദേഹബോധം തന്നെ ഇല്ല. ഭക്ഷണം കഴിക്കണമെന്നോ വസ്ത്രം ധരിക്കണമെന്നോ രാവിലെ എണീറ്റാൽ പല്ല് തേക്കണമെന്നോ കുളിക്കണമെന്നോ ഒന്നും ഇദ്ദേഹത്തിന് തോന്നണമെന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അയാൾ തന്നെത്താനെ ഒന്നും അറിയുന്നില്ല. സ്വയം ന വേത്തി കിഞ്ചിന്ന, ഗുരു ഇവിടെ പറഞ്ഞത് അല്പം പോലും അറിയുന്നില്ല, അല്പമെങ്കിലും അയാൾ അറിയുന്നില്ല ഭൗതികതയെക്കുറിച്ച്, ലൗകികതയെക്കുറിച്ച്. വേദിതോപി, നീ പറഞ്ഞു കൊടുത്താൽ തന്നെയോ തഥൈവ യഹ, പറഞ്ഞു കൊടുത്താലും അങ്ങനെ തന്നെ. അങ്ങ് വസ്ത്രം ധരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് കേൾക്കുന്നുണ്ടാവില്ല. അങ്ങ് ഭക്ഷണം കഴിക്കുന്നില്ലേ, അദ്ദേഹം അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള വേവലാതിയും കാണിക്കുന്നില്ല. മറ്റേ വരിഷ്ഠനാണെങ്കിൽ, വരിയാനാണെങ്കിൽ മറ്റുള്ള ആളെ ഭക്ഷണം കഴിപ്പിക്കുകയോ വസ്ത്രം ധരിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് അനുസരിക്കും, അതനുസരിച്ച് വർത്തിക്കും. പക്ഷെ ഇവിടെ ഈ വരിഷ്ഠനായിട്ടുള്ള ആള് പറഞ്ഞു കൊടുത്താൽ പോലും വേദിതഃ അപി, അങ്ങ് വസ്ത്രം ധരിച്ചിട്ടില്ല, അങ്ങ് ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങ് കുളിച്ചിട്ടില്ല, അങ്ങ് പല്ല് തേച്ചില്ല എന്നൊക്കെ നമ്മൾ വേദിപ്പിച്ചാൽ പോലും, അറിയിപ്പിച്ചാൽ പോലും, പറഞ്ഞു കൊടുത്താൽ പോലും അദ്ദേഹം അത് അല്പം പോലും അറിയുന്നില്ല. അങ്ങനെയുള്ളയാളെയാണ് സ വരിഷ്ഠ, അദ്ദേഹമാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ. സദാ വൃത്തിശൂന്യഹായം, അയം, ഇദ്ദേഹത്തിന്റെ നില എങ്ങനെയാണ്, ഇദ്ദേഹം എങ്ങനെയാണ്? സദാ വൃത്തിശൂന്യ, ഇദ്ദേഹത്തിന് അന്ധക്കരണവൃത്തി, മനോവൃത്തികൾ ഒന്നും തന്നെയില്ല. മനസ്സിന്റെ തലത്തിൽ നിന്നൊക്കെ വളരെ ഉയർന്നു പോയ ആളായതുകൊണ്ട് മനസ്സിന്റെ തലത്തിലേക്ക് ഇയാൾ ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് മനോവൃത്തികളില്ല. മനോവൃത്തി ശൂന്യഹായം, അയം, ഇദ്ദേഹം, ഇയാൾ എങ്ങനെയുള്ള ആളാണ്? മനോവൃത്തി ശൂന്യ, അദ്ദേഹത്തിന് മനസ്സിന്റെ വൃത്തികളൊന്നും തന്നെ വരുന്നില്ല. മനസ്സ് വന്നാലല്ലാതെ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ പ്രസിദ്ധ നടനായിട്ടുള്ള ജഗതി ശ്രീകുമാറിന് ഒരു അപകടം പറ്റിയപ്പോൾ അയാളുടെ മനോനിലവാരം വളരെയധികം തകർന്നു പോയി. ബുദ്ധിയുടെ ചില ഭാഗങ്ങൾ, തലച്ചോറിന്റെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാവാം. പക്ഷെ ഇവിടെ അതുപോലെയല്ല, ആത്മാവിന്റെ അനുഭൂതിയുടെ ഒരു പ്രത്യേക തലത്തിൽ വന്നപ്പോഴാണ്. അപ്പം മനസ്സിന്റെ പ്രവർത്തനത്തിൽ ഈ ലോകം ഇതുപോലെ അറിയില്ല. പണ്ടത്തെ ജഗതി അല്ല ഇപ്പോഴത്തെ ജഗതി. എന്താണെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിന്റെ വൃത്തികള് പലതും ശൂന്യമായിപ്പോയി. ഇവിടെ ഈ ബ്രഹ്മവിദ് വരിഷ്ഠൻ മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾക്ക് അപകടം പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ മനോവൃത്തി ഇല്ലാതായതല്ല, മറിച്ച് ആത്മാവിന്റെ ഉന്നതമായ തലത്തിലേക്ക് പോയപ്പോൾ അയാൾ മനസ്സിന്റെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ സമാധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബാഹ്യലോകത്തിലേക്ക് വരാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഡാൻസ് കളിച്ചെന്നിരിക്കും, വസ്ത്രമില്ലാതെ തന്നെ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. ആ സമയത്ത് ചിലപ്പോൾ പരമഹംസരുടെ നില നോക്കിയാൽ ഒരു വരിഷ്ഠന്റെ നിലയാണ്. അപ്പോൾ ബ്രഹ്മവിദ് വരിഷ്ഠനായ ഒരുവന്റെ ലക്ഷണം ഇതാ ഗുരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. സ്വയം നവേത്തി കിഞ്ചിന്ന, തനിയെ തന്നെ ഒന്നും അറിയുന്നില്ല. വേദിതോപി, വേദിപ്പിച്ചാലും പറഞ്ഞു കൊടുത്താലും അറിയിച്ചാലും തഥൈവ, അപ്രകാരം തന്നെ അറിയുന്നില്ല. ഇങ്ങനെയുള്ളയാള് സ വരിഷ്ഠ, അദ്ദേഹമാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ. അദ്ദേഹത്തിന്റെ മനോനിലവാരമോ സദാ വൃത്തിശൂന്യ, എപ്പോഴും വൃത്തിശൂന്യമായിട്ടിരിക്കുന്നു. വൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധക്കരണ വൃത്തി, മനസ്സിന്റെ വൃത്തി വരുന്നില്ല. എന്നാലും സ്ഥിതി എവിടെ? ബ്രഹ്മകേവലം, അദ്ദേഹവും കേവലമായ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ചീപുരം ശ്രീനാരായണ സേവാശ്രമത്തിൽ താമസിക്കേണ്ടി വരുമ്പോൾ, പ്രസിദ്ധമായ 7 നഗരങ്ങളിൽ ഒന്നാണല്ലോ കാഞ്ചീപുരം, അവിടുത്തെ ഏകാംബര ക്ഷേത്രത്തിൽ ഒരു സാധു ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടാൽ പടുവൃദ്ധനായ ഒരുവൻ. ഇതുപോലത്തെ ഒരു അവസ്ഥയില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ബാഹ്യമായ വൃത്തികളിലൊന്നും തന്നെ യാതൊരു താല്പര്യവുമില്ല. ആരെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് സാധ്യവുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന, ശ്രീനാരായണ സേവാശ്രമത്തിൽ ഉണ്ടായിരുന്ന 80 വയസ്സുള്ള സന്യാസി അന്ന് പറഞ്ഞത്, അദ്ദേഹത്തിന് ആ സന്യാസി 12ഓ 13ഓ വയസ്സിലെ ആശ്രമത്തിൽ വന്നതാണ്. ആ സമയത്തും ഈ മനുഷ്യൻ ഏകാംബര ക്ഷേത്രത്തിൽ ഇരുന്ന് ഈ സാധു ഇതേപോലെ തന്നെ ഇരുന്നു.
അങ്ങനെ ഒരു 10-200 വർഷം പഴക്കമുള്ളവരും പറയുന്നത്, പല തലമുറകൾ പറയുന്നത് അവരുടെയൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. ഏതാണ്ട് ഒരു 700 വർഷം അയാൾ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സമാധിയായി കഴിഞ്ഞു ഏതാനും വർഷം മുമ്പ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്നും ഭാരതഭൂമിയിൽ ഉണ്ടാകും. അവരെ ബ്രഹ്മവിദ് വരിഷ്ഠന്മാരെന്നാ പറയുന്നത്. അപ്പൊ ഇവരെ ഒന്നും നമ്മളുടെ അളവുകോല് വെച്ച് ദയവായി അളക്കാൻ ശ്രമിക്കരുത്. രമണ മഹർഷി ലോകസംഗ്രഹ പ്രവർത്തനം ചെയ്തില്ലല്ലോ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗംഗാതീരത്ത് കാളീക്ഷേത്രത്തിൽ തന്നെ വസിക്കുകയാണല്ലോ ചെയ്തത്. അല്ലെങ്കിൽ മായിയമ്മ കന്യാകുമാരിയിൽ ഏതാനും നായികളുമായിട്ട് അങ്ങനെ നടന്നല്ലോ. അവരൊന്നും കൊള്ളുകയില്ലാത്തവരാണ്. അല്ലെങ്കിൽ കാഞ്ചീപുരത്തെ ഈ സിദ്ധപുരുഷൻ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയല്ല. ഇങ്ങനെയൊന്നും നമ്മൾ വിലയിരുത്താൻ പോവരുത്. ദയവായി അവരെയൊക്കെ വിലയിരുത്താൻ ശേഷിയുള്ള ശ്രീനാരായണ ഗുരുദേവനാണ് നമുക്ക് ഈ ഓരോരുത്തരുടെയും ലക്ഷണം പറഞ്ഞു തരുന്നത്. ഗുരുവാണ് നമ്മളെ സത്യത്തിലേക്ക് വഴി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരും നമ്മളുടെ മുമ്പിലില്ല വഴി കാട്ടാൻ. അങ്ങനെ നേരാൻ വഴി കാട്ടിത്തന്ന ശ്രീനാരായണ പാദപത്മങ്ങളിൽ വിനീതമായിട്ട് നമസ്കരിച്ചുകൊണ്ട് ഈ ശാസ്ത്രാർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗുരുകാരുണ്യമുണ്ടാവട്ടെ. നന്ദി.